ഞാനിപ്പോ ഒരു ഫോട്ടോ ഇട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തിട്ടേ വിവരം പറയട്ടോ. ഇതൊക്കെ ആണെങ്കിലേ ഞാൻ എടുത്ത് വിടുള്ളൂ കേട്ടോ. ആ മോള് എടുത്തോട്ടാ. അല്ലൂടല്ലേ കുട്ടികളല്ലേ കുട്ടികളെ ഞാൻ ആ ബെഡ്ഷീറ്റ് ഇപ്പൊ വിരിച്ചിട്ട് പോയതല്ലോ. എന്തൊരു കഷ്ടം നോക്കി. കളിച്ചോട്ടെ, അച്ചടക്കല്ലാത്ത സാധനങ്ങൾ പറയണ്ട അവരടുത്ത്. ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിട്ടോളാം. ബെഡ്ഷീറ്റ് വിരിച്ചേണ്ട, ഇത് എന്റെ റൂമാ. എന്റെ റൂമാ. മക്കളെ കുറച്ച് അച്ചടക്കത്തിൽ പഠിപ്പിക്കണം. നിങ്ങളുടെ പെങ്ങളെടുത്ത് പറ. ചെറിയ കുട്ടികളോട് ഇങ്ങനെ പറയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ഇമാര് പരിപാടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത് അവരെ മര്യാദയ്ക്ക് പുറത്തേക്ക്. ഇപ്പൊ എന്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയൂ. അതിന്റെ കുട്ടികളാവുമ്പോഴല്ലേ ഇപ്പൊ അവര് പുറത്തേക്ക് പറഞ്ഞിട്ട് ഞാൻ ആ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് എനിക്ക് അതേപോലെ അവിടെ കിടക്കണം. ഒരു അച്ചടക്കം ഇല്ലാതെ അതൊക്കെ കേട്. എന്താ വെറുതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇങ്ങനെ പെങ്ങളെ മര്യാദയ്ക്ക് അവിടെ പറഞ്ഞയച്ചോട്ടെ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. കൊറേ കാലായി ഇവിടെ വന്ന് കിടക്കണം. എനിക്കൊന്നും അറിയില്ല. എനിക്ക് അവരിവിടെ നിക്കണ ഇഷ്ടമല്ല. എന്ത് വർത്താനാണ് ഈ പറയുന്നത്? അറിയലുണ്ടാ? അതൊന്നും എനിക്ക് അറിയണ്ട. ഈ വീട്ടിൽ അവരെനിക്ക് പാടില്ല. എനിക്ക് ഇഷ്ടമല്ല. ഓള് നിക്കേണ്ട വീടാണ്, ഓളയും കൂടെ വീടാണ്. ആ തന്നെ, അവളെ കെട്ടിച്ചു വിട്ടല്ലേ, പിന്നെ എന്തിനാ ഇവിടെ വന്ന് കെട്ടിച്ചു വിട്ട് ഓൾക്ക് അറിയലുണ്ടാ? ഭർത്താവുണ്ടാ? മക്കൾ അങ്ങോട്ട് പൊക്കോ. ഇതൊക്കെ ഓള് കേട്ടില്ലടി. പിന്നെ കേട്ടാ നന്നായി പോയി. ഓൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഓള് ഇവിടെ വന്ന് നിക്കോടി. എന്ന് വെച്ചിട്ട് ഇവിടെയാണോ വന്ന് നിക്കണേ? പിന്നെ ഓളെ വീട്ടിലല്ലോ നിക്കുക. ഓളെ ഭർത്താവ് മരിച്ച കാരണല്ലേ. ഭർത്താവ് മരിച്ചാൽ എന്താ അവിടെ നിക്കാൻ പാടില്ലേ? അവിടെ നിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇങ്ങോട്ട് നിക്കണേ. അത് നിങ്ങൾ കൂട്ടി കൊണ്ടുവന്നിട്ടല്ലേ? ഞാൻ കൂട്ടി കൊണ്ടുവന്നല്ലോ. സ്വന്തമായിട്ട് വീടുണ്ടായാലും നിർത്താൻ പറ്റുള്ളൂ. ഇത് അനക്കാണെങ്കിൽ ഈ അവസ്ഥ എന്നുള്ളത് ഇങ്ങനെ പറയോ? എനിക്ക് ആർക്കാണ് ഇങ്ങനത്തെ അവസ്ഥ വരികയെന്നൊന്നും ഒരു നിശ്ചയമല്ല. അതൊക്കെ പടച്ചുമ്പോഴത്തുള്ളതാ. ഈ വെറുതെ കിടന്നിട്ട് കുട്ടികളെ സ്ഥാനത്ത് കണ്ടുകൂടാ. നിങ്ങളും എല്ലാം നായം വെക്കൊന്നും വേണ്ട. എനിക്കിതൊന്നും ഇഷ്ടമല്ല. മര്യാദയ്ക്ക് അവരവിടുന്ന് പറഞ്ഞോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി പോയിക്കോളാം. ഇജ്ജ് എടുക്കും പോണ്ട. അവരും മോളില്ല, ഇവിടെ തന്നെ നിൽക്കുക എല്ലാരും. മോളെ, ഓള് കുറച്ച് പൈസ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ലെവലിലാണോ സംസാരിക്കുക? ഓള് വല്ല വർഷത്തിലോ വല്ലൊരു 6 മാസം കൂടുമ്പോഴൊക്കെ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ എത്രത്തോളം പ്രാധാന്യം കൊടുക്കും? ഇത് അങ്ങോട്ട് പോച്ചാനിച്ച് നിൽക്കൂലേ? പൈസക്കാണ് ഈ പ്രാധാന്യം കൊടുക്കണം ഇവിടെ. പൈസക്ക്, സ്വർണത്തിനും. അല്ലാണ്ട് സ്നേഹത്തിനൊന്നും ഒരു ബന്ധമല്ല. ഓളിന്റെ സ്വന്തം പെങ്ങളാ. എന്റെ ഉമ്മ പ്രസവിച്ചതാണ്. എനിക്ക് വേറെ പെങ്ങളില്ല. ഓൾക്ക് നിൽക്കേണ്ട സ്ഥലമാണിത്. ഓൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട സ്ഥലമാണ്. എന്റെ ആങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യാ? ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആങ്ങൾ എന്താ ചെയ്യാ? അന്നെ കൊണ്ടുപോകില്ല അവിടുന്ന്. അതൊക്കെ ഈ മനസ്സിലാക്കണോ? എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ല ജീവിതോട്ടാ. എന്നാണ് സൗഭാഗ്യങ്ങളൊക്കെ പോവാന്നുള്ള ചിന്ത ഉണ്ടായിക്കോട്ടെ എപ്പോഴും. ഞാനാണോ കുറ്റക്കാരി? ഒരു കാര്യം ചെയ്യ്, പെങ്ങളും ആങ്ങളും എല്ലാരും കൂടി ഇവിടെ നിന്നോ. ഞാൻ അങ്ങോട്ട് പോയി തന്നേക്കാം. ഏടി, നീ എന്ത് വർത്താനാണ് ഈ പറയണത്? ഈ നിൽക്കേണ്ട സ്ഥലം തന്നെയാണോ അവള് നിൽക്കേണ്ട സ്ഥലം? ഒരു അഡ്ജസ്റ്റ്മെന്റ് നിൽക്കണോ? പാവപ്പെട്ട പെണ്ണാണ്. എന്തൊരു സ്ഥാനം ഉണ്ടെങ്കിൽ അവള് പോകില്ല അവിടുന്ന്. അവളെ എന്റെ ജീവിതം അവസാനിക്കണ വരെ ഞാൻ അവിടെ തന്നെ നിർത്തും. അവൾക്ക് വേറൊരു സ്ഥാനം ഉണ്ടാവണം. അവള് കല്യാണം കഴിക്കാൻ വേറെ തീരുമാനിക്കാത്ത കാരണമാണ്. അവളെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ച് ഇവിടെ നിർത്തും കേട്ടോ. അതിന് ഇടപെടണ്ട. ഇത് എന്റെ വാപ്പ കൊടുത്തന്നുള്ളല്ലത്. ഇത് ഞാൻ ഉണ്ടാക്കിയുള്ളതാണ്. എന്റെ ഉപ്പിന്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. മനസ്സിലായിക്കോ? നിങ്ങൾ എന്താന്ന് ചോദിച്ചേ, ഞാൻ അവിടെ പോയി തന്നേക്കാം. ഇജ്ജ് പോയിക്കടി. എന്റെ ഓരോ വർത്താനം. മനുഷ്യർക്ക് ക്ഷമക്കൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. മനസ്സിലായിക്കോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങളും നിങ്ങളെ പെങ്ങളും കൂടിയേ ഇന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോണില്ല. നിങ്ങളെ കുറെ ആൾക്കാരുടെ സംശയങ്ങളാണ് ഇതൊക്കെ ഉള്ളിൽ ഇട്ടിട്ട് കൊണ്ട് നടക്കുന്നത്. ഓരോ ഊഹങ്ങൾ കേട്ടോ. അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ഞാൻ പൂസനല്ലാന്ന്. ആയിക്കോട്ടെ, കാണാലോ. പോർന്ന് ഓരോന്നേറ്റ് പോലെ കുട്ടികളോട് എനിക്ക് എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല എന്റെ സ്വഭാവം ഉണ്ട് മാറും. അവളൊരു വർത്താനം.